നേരത്തെ തന്നെ ആസൂത്രണ തികവോടെ കാര്യങ്ങളൊക്കെ നീക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് BJP തെളിയിച്ചിരിക്കുകയാണ്. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം സൂചിപ്പിക്കുന്നത്. ഒരു വിന്നബിലിറ്റി ഉള്ള പാർട്ടിയായിട്ട് BJP മാറുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 4 മാസങ്ങൾ അവശേഷിക്കെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ഇറങ്ങി ഒരു വലിയ മേധാവിത്വം ഉണ്ടാക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 15 മുമ്പ് തന്നെ ഒട്ടുമിക്ക മണ്ഡലങ്ങളെ, അതായത് പ്രധാന സ്ഥാനാർത്ഥികളുടെ എല്ലാം ലിസ്റ്റ് BJP പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ള വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ആദ്യ ലിസ്റ്റിൽ പ്രഖ്യാപിക്കുക. ജനുവരി അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. BJPയുടെ ഒരു വിജയം ആഘോഷിക്കാൻ, കോർപ്പറേഷനിലെ ആ ഒരു വിജയം ആഘോഷിക്കാനും വികസന രേഖ പ്രഖ്യാപിക്കാനുമാണ് നരേന്ദ്രമോദി വരുന്നത്. പ്രധാനമന്ത്രി വരുമെന്ന് നേരത്തെ തന്നെ BJP പ്രഖ്യാപിച്ചിരുന്നു. അതൊരു വലിയ ഫാക്ടറായിട്ട് മാറി BJPയുടെ വിജയത്തിൽ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു 10 വാർഡുകളെങ്കിലും അധികം ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ തന്നെയാണ്. പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ വളരെ വലുതാണ്. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇതെല്ലാം BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല.